Hello, welcome back to homegrown recipes. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ബീഫ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. ഏറ്റവും സിമ്പിളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യം നമ്മൾ ബീഫ് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കാനായി നമ്മൾ കുക്കറിൽ കഴുകി വൃത്തിയാക്കിയ ബീഫിനെ ഒന്ന് ആഡ് ചെയ്യാം. ഇറച്ചിയൊക്കെ ആഡ് ചെയ്ത ശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞ 2 സവാള ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തത്. ഇതൊരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതൊന്ന് കവർ ആകുന്നത് വരെ ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനെ വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇറച്ചിയുടെ വേവ് ഓരോരോ കുക്കർ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഫ്രൈ ചെയ്യാനായി നമ്മൾ കുറച്ച് മസാല ഡ്രൈ റോസ്റ്റ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 3 ഏലാദിയും 3 ഗ്രാമ്പും കൂടി നമ്മൾ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേ സമയമൊന്നും ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു സ്പൈസസിൻ്റെ മണം വരുന്നത് വരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത മസാല ഇതൊന്ന് മിക്സിയിലോട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഗ്രാമ്പും ഏലാദിയും ഒക്കെ അടിഞ്ഞ് കിട്ടാനുണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മസാല നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാല ഒന്ന് സൈഡിൽ വെച്ച് നമ്മൾ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കാണുന്ന വെള്ളം ഉണ്ടല്ലോ അത് നന്നായി ഒന്ന് വറ്റിയെടുക്കണം. അപ്പോൾ വെള്ളം അധികം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് 1 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ ഗ്യാസിൽ വെച്ച് നല്ലോണം ഡ്രൈ ആക്കി എടുക്കാം. വെള്ളം നല്ലോണം ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് എടുത്താൽ മതി. ഇനി ബാക്കിയുള്ള ആ വെള്ളം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച ആ മസാല നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായി നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ മസാലവും പൊടിച്ച് വെച്ച എല്ലാ മസാലവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഒരു പാനിൽ എണ്ണ ചൂടാവാൻ വെക്കാം. ഇനി നമ്മൾ ഡയറക്റ്റായി ബീഫ് ഫ്രൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കറിവേപ്പില ഇട്ട് വെച്ച് ആ ബീഫിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി വേവിച്ച ബീഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കുറേ നേരമൊന്നും ഇനി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 10-12 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ബീഫിനെ ഒന്ന് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്തെടുത്തത്.
അപ്പോൾ ബീഫ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലേറ്റിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് മല്ലിയില, പിന്നെ റൗണ്ട് ഷേപ്പായി കട്ടാക്കിയ സവാള, പിന്നെ ഒരു 2-3 ചെറുനാരങ്ങ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് അതുമല്ലാണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ല, അത്രയും ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്കിലുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബീഫ് ഫ്രൈ വീഡിയോ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതും കൂടാണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക്